ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഓട്സും കോളിഫ്ലവറും വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യം എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി, അതും ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉരുളക്കിഴങ്ങാണ്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തതാണ്. ഈ കോളിഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലോണം ചെറുതായി അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോളിഫ്ലവറും കൂടി നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഗരം മസാല അതും കൂടി ചേർത്ത് കൊടുക്കണേ. പച്ചമുളക് പൊടികളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവിനായിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, അതുപോലെ തന്നെ മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മളോട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ ഫുള്ളായിട്ട് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അതായത് നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ മാവ് ഉണ്ടാക്കിയെടുക്കില്ല, അതുപോലെ തന്നെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആദ്യം ഒഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കാതെ കുറച്ച് വെള്ളം മാത്രം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഴഞ്ഞിട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി, കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും കുറച്ചും കൂടി മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് മൈദയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ അതിലേക്ക് മൈദ ഒക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്സ് ചേർത്ത ഉടനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട. ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണ പക്കവടയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, ജസ്റ്റ് ഇങ്ങനെ നുള്ളിയിട്ടെടുക്കുമല്ലോ, അതുപോലെയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നുള്ളിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഒന്നുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ആ ഒരു ഓയിലിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചൂടോടെ കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ.